എല്ലാ സഹോദരിമാർക്കും എൻ്റെ വനിതാ ദിനാശംസകൾ. ഈ ദിവസത്തിൽ നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം, നമുക്ക് ഏവർക്കും പ്രാവർത്തികമാക്കേണ്ട സന്ദേശം, നമ്മുടെ കുട്ടികളെ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ സംസ്കാരം പഠിപ്പിച്ചു തുടങ്ങാം. ദിനംപ്രതിയുള്ള പത്രമാധ്യമങ്ങളിൽ നമ്മുടെ ഹൃദയം തകർക്കുന്ന വാർത്തകളാണ് കണ്ടുവരുന്നത്. ചെറിയ കുട്ടികൾ പോലും ഒരേ ബെഞ്ചിൽ തന്നോടൊപ്പം ഇരുന്ന് പഠിക്കുന്ന കൂട്ടുകാരെ വധിക്കാൻ, കൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന കാലഘട്ടം. ഇങ്ങനെയൊരു മാനസികാവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ വന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും ഒന്നാമതായി പറയേണ്ട ഘടകം കുഞ്ഞുങ്ങൾക്ക് ആധ്യാത്മിക വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്നതാണ്. നാം ഇന്ന് കുഞ്ഞുങ്ങളെ ഉയർന്ന നിലയിലേക്ക്, വിദ്യാഭ്യാസത്തിൻ്റെ ഉയർന്ന പടിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവർക്ക് സാംസ്കാരിക വിദ്യാഭ്യാസം കൊടുക്കാത്തതിൻ്റെ വലിയ കുറവ് അവരുടെ സ്വഭാവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു കഥ ഓർമ്മ വരുവാണ്. അതായത്, ഒരു ക്ലാസ്സിൽ കുട്ടികളെല്ലാവരും ഇരിക്കുന്നു. അധ്യാപിക വന്ന് കുട്ടികളുടെ അടുക്കൽ ആരാകണമെന്ന് ചോദിച്ചു. വലുതാകുമ്പോൾ ആരാകണമെന്ന് ചോദിച്ചു. അപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞു, എനിക്ക് കുതിരക്കാരനാകണമെന്ന്, കുതിര ഓടിക്കുന്ന ആളാകണമെന്ന്. മറ്റു കുട്ടികളൊക്കെ തന്നെ ആ പറച്ചിൽ കേട്ട് പരിഹസിച്ചു. കാരണം ബാക്കിയുള്ള കുട്ടികളെല്ലാം ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ബാങ്ക് ഉദ്യോഗസ്ഥരുമൊക്കെ ആകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി മാത്രം പറഞ്ഞു, എനിക്ക് കുതിരക്കാരനാകണമെന്ന്. അന്ന് സുഹൃത്തുക്കളുടെ എല്ലാം പരിഹാസം അവനെ വളരെയധികം വിഷമിപ്പിച്ചു. വീട്ടിൽ വന്നു വളരെ വിഷമത്തോടു കൂടിയിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ കണ്ട് അമ്മ ചോദിച്ചു, എന്തു പറ്റി? എന്താണ് നിനക്ക് സംഭവിച്ചത്? നീ എന്താണ് വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ കുട്ടി ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും എന്നെ പരിഹസിച്ചു, എനിക്കത് വളരെയധികം സങ്കടമായി എന്ന്. അപ്പോൾ അമ്മ ചെയ്തത്, ആ ഉണ്ണിയെ, ആ കുട്ടിയെ വിളിച്ചു നേരെ അവരുടെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. അതിലൊരു ചിത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് കുതിരക്കാരനായിക്കൊള്ളൂ, പക്ഷേ ഈ ഇരിക്കുന്ന ആളെപ്പോലുള്ള കുതിരക്കാരനാകണം നീ എന്ന്, കുതിര ഓട്ടിക്കുന്ന ആളാകണം നീ എന്ന്. ആ അമ്മ ചൂണ്ടിക്കാണിച്ച ചിത്രം പാർത്ഥ സാരഥിയുടേതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥമോടിക്കുന്ന ചിത്രമാണ് അമ്മ ചൂണ്ടിക്കാണിച്ചത്. എന്നിട്ട് അമ്മ പറഞ്ഞു കൊടുത്തു, നീ ഭഗവാൻ കൃഷ്ണനെ പോലെ ആകണം. ധർമ്മത്തെ മുറുകെ പിടിച്ച് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നീ തളരരുത്. നീ ആ ഭഗവാനെയാണ് മാതൃകയാക്കേണ്ടതെന്ന് ആ അമ്മ ഉപദേശം ചെയ്തു കൊടുത്തു. അതുപോലുള്ള അമ്മമാരായി തീരണം നാം ഓരോരുത്തരും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കണം, ആധ്യാത്മിക അറിവുകൾ പകർന്നു കൊടുക്കണം. ഓരോ പുരാണ ഇതിഹാസങ്ങളിലും ഓരോരോ കഥകൾ കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അവന് ധർമ്മ-അധർമ്മങ്ങളെ മനസ്സിലാക്കി ധർമ്മത്തെ ചെയ്ത് സത്യത്തെ പഠിച്ച് സത്യം പറഞ്ഞുകൊണ്ടും ധർമ്മത്തെ ചെയ്തുകൊണ്ടും അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. നാം ഒരിക്കലും ഗാന്ധാരി മാതാവാകാൻ നിൽക്കരുത്. കാരണം 2 കണ്ണുകൾ ഉണ്ടായിട്ടും ആ 2 കണ്ണുകളും മൂടിക്കെട്ടിക്കൊണ്ട് കുഞ്ഞുങ്ങൾ അധർമ്മത്തിൻ്റെ പാതയിലേക്ക് പോയപ്പോൾ അതിനെ തടുക്കുവാൻ ഗാന്ധാരി മാതാവിനായില്ല. ഒരമ്മയാണ്, ഒരു സ്ത്രീയാണ് കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നേർവഴിക്ക് നടത്തേണ്ടത്. അതുകൊണ്ട് എല്ലാവരും, എല്ലാ സ്ത്രീജനങ്ങളും, എല്ലാ അമ്മമാരും, എല്ലാ സഹോദരിമാരും നമ്മുടെ വീട്ടിലുള്ളവർക്ക് ധർമ്മത്തെ പഠിപ്പിച്ചു കൊടുക്കാനും ശരിയെയും തെറ്റിനെയും മനസ്സിലാക്കി ശരിയായിട്ടുള്ള ചിന്തകളെ എത്തിക്കാനും ശരിയായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് അവരെ നയിക്കുവാനും അതിനുള്ള കരുത്ത്, ആർജവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നേരുന്നു. നമസ്കാരം.